ഹലോ ഫ്രണ്ട്സ്, എസ് ജെ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഐക്കൺ, ചാനൽ ആർട്ടൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെ പ്രൊഫഷണലാക്കി മാറ്റാമെന്ന് നോക്കാം. ചാനൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ചാനലിന് ഐക്കൺ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടതാണ്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിന് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസും വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് ഒരു വെബ്സൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. canva.com. ഇതിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത. യൂട്യൂബ് ഐക്കൺ, ചാനൽ ആർട്ട്, യൂട്യൂബ് ഇൻട്രോ, ഔട്ട്രോ, തമ്പനെയിൽ, ഡിസ്പ്ലേ ആഡ് എല്ലാം ഒരൊറ്റ വെബ്സൈറ്റ് തന്നെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ക്യാൻവ മൊബൈൽ ആപ്പും നമുക്ക് അവൈലബിൾ ആണ്. മൊബൈലിൽ എഡിറ്റിംഗ് ചെയ്യണമെന്നുള്ളവർക്ക് ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആദ്യം തന്നെ canva.com ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൽ സൈനപ്പ് ചെയ്യുക. ഇനി എനിക്കൊരു ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യൂട്യൂബ് ചാനൽ ആർട്ട് എന്ന് ഇതിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ താഴെ നമുക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാലും ഇതുപോലെ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കുറേ ടെംപ്ലേറ്റ്സ് കാണാം. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് ആവശ്യാനുസരണം എഡിറ്റ് ചെയ്യാനാകും. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും. ഞാനിപ്പോൾ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ എലമെൻറ്റ്സും നമ്മുടെ ആവശ്യാനുസരണം ചേഞ്ച് ചെയ്യാം. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ട പോർഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കളർ കാണാം. ഇനി ആ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് കളേഴ്സ് കാണാം. അതിൽ ആവശ്യമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഓരോ എലമെൻറ്റ്സിലും നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ്സിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഓരോ എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അതിലേത് കളറാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിലെ കളറ് ചേഞ്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് മൊത്തം നമ്മുടെ ഡിസൈനിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് അതിലെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അതിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുക. അതിൻ്റെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ്, കളറ് എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ചാനലിൻ്റെ പേര് കൊടുക്കുകയാണ്. പേര് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനും സൈസ് ചേഞ്ച് ചെയ്യാനും കളർ ചേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും എലമെൻറ്റ്സ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് മുകളിലുള്ള ഡിലീറ്റ് എലമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനും കൊടുക്കാം. ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എലമെൻറ്റ്സ് ഇത് ആഡ് ചെയ്യണമെങ്കിൽ അതിന് സാധിക്കും. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റോ അല്ലെങ്കിൽ ഫോട്ടോസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷേപ്സോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. നമുക്കതിൽ ഹെഡിങ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോണ്ട് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്, അത് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് അതിൽ ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫോണ്ടിൻ്റെ സൈസ്, അതുപോലെ തന്നെ കളറ്, അതിൻ്റെ പാറ്റേൺ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മുടെ ആവശ്യാനുസരണം അതൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പ്ലേസ് ചെയ്യാനും സാധിക്കും. ഇനി ഇതിൽ ഏതെങ്കിലും ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഉള്ള പിക്ചർ നമുക്ക് അപ്ലോഡ് ചെയ്ത് ആഡ് ചെയ്യാനായിട്ടും സാധിക്കും. നമുക്ക് നമ്മുടെ ഡിസൈനിൽ ഉൾപ്പെടുത്താൻ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജസ് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ബെസ്റ്റ് വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം. ഇതിൽ തന്നെ ഒരുപാട് ഫോട്ടോസ് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ളതുണ്ട്, പ്രോ വേർഷനിലുള്ളതുണ്ട്. ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. നമ്മളതിൽ ചെയ്യുന്ന എല്ലാ മാറ്റങ്ങളും അതിൽ ഓട്ടോ സേവ് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈലിലും കമ്പ്യൂട്ടറിലും ഏതിലാണോ നമ്മൾ എഡിറ്റിംഗ് ചെയ്തത് എന്നുണ്ടെങ്കിലും രണ്ടിലും നമുക്ക് അവൈലബിൾ ആവും. അതായത് ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണെങ്കിൽ, ഞാൻ എഡിറ്റിംഗ് ചെയ്തത് മൊബൈലിലാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ സൈൻ ഇൻ ചെയ്തും അത് കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഇതിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് തമ്പനെയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ആ ടെംപ്ലേറ്റ്സിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് തമ്പനെയിലും
ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ഡിസൈൻസും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ആവശ്യമായ സൈസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാകുമെന്നതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ നമുക്ക് യൂട്യൂബിലെ ഇൻട്രോ ഔട്ട്രോ പോലെയുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനും ഇതിൽ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിൽ നമ്മുടെ ആവശ്യാനുസരണം പിക്ചേഴ്സും വീഡിയോസും അല്ലെങ്കിൽ ടെക്സ്റ്റൊക്കെ നമുക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇൻട്രോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ലോഗോസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുതിയ ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഡിസൈൻ ചെയ്ത ഡിസൈൻസ് കാണണമെങ്കിൽ ഹോം പേജിൽ ലെഫ്റ്റ് സൈഡിൽ ഓൾ യുവർ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഡിസൈൻസും കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ യൂട്യൂബിന് ആവശ്യമായ ഡിസൈൻസ് മാത്രമല്ല, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പോലുള്ള എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റുകൾക്കും ആവശ്യമുള്ള കവർ ഫോട്ടോസ്, പോസ്റ്റുകൾ അതൊക്കെ നമുക്ക് കറക്റ്റ് ഡയമെൻഷനിൽ അതിൽ അപ്ലോഡ് ചെയ്യാൻ ആവശ്യമായ ഡയമെൻഷൻ ഏതാണോ അതേ ഡയമെൻഷനിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാനൽ ആർട്ട് എങ്ങനെ നമ്മുടെ ചാനൽ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്ത് യുവർ ചാനൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേജ് കാണാനായിട്ട് സാധിക്കും. അതിൽ കസ്റ്റമൈസ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാനൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള പേജ് വരും. ഇതല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. അതിൽ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം പേജ് തന്നെ നമുക്ക് ലഭിക്കും. ഇനി ബ്രാൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ, ബാനർ ഇമേജ്, വാട്ടർ മാർക്ക് ഇത് മൂന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി ബാനർ ഇമേജ് അപ്ലോഡ് ചെയ്യാം. അതിനുവേണ്ടി അപ്ലോഡ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ചാനൽ ആർട്ട് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ ആർട്ട് മൊബൈലിലും ടി വിയിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലൊക്കെ എങ്ങനെയാണ് കാണാമെന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ഡണ്ണ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആർട്ട് അപ്ലോഡായി. ഇനി നമുക്ക് വാട്ടർമാർക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ബ്രാൻഡഡ് വാട്ടർമാർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്ക്രൈബർ ബട്ടണോ നമുക്ക് വാട്ടർമാർക്ക് പോലെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു സബ്സ്ക്രൈബർ ബട്ടൺ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഡണ്ണ് കൊടുത്തു. വാട്ടർമാർക്ക് എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? എൻഡ് ഓഫ് വീഡിയോ, കസ്റ്റം, സ്റ്റാർട്ട് ടൈം അല്ലെങ്കിൽ എൻ്റയർ വീഡിയോ ഏത് വേണമെങ്കിലും ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പബ്ലിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്ടർമാർക്കും അതുപോലെ തന്നെ ബാനറും പ്രൊഫൈലും ഒക്കെ അപ്ഡേറ്റ് ആവും. ഇനിയിപ്പോൾ ചാനൽ ആർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ ചാനലിൻ്റെ ലുക്ക് തന്നെ മാറിക്കഴിഞ്ഞു. ഇതുപോലെ നല്ല ചാനൽ ആർട്ടൊക്കെ അപ്ലോഡ് ചെയ്താലാണ് മറ്റുള്ളവർ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ ചാനൽ വളരെ പ്രൊഫഷണൽ ആണെന്ന് തോന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ അറിയാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. Stay tuned.